الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ നാനാതുറകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിക്കാനും അല്ലാഹുവിൻ്റെ പ്രീതിയും പരലോകമോക്ഷവും നേടിയെടുക്കാനുമുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തണമെന്ന് ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവൻ്റെ സച്ചരിതരായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ എപ്പോഴും മനസ്സംതൃപ്തിയോടെ ജീവിക്കുന്നവരാണ്. ജീവിതത്തിൽ ഭാരം ചുമക്കാതെ നിർഭയരായി മനസ്സമാധാനത്തോടെ ജീവിക്കുന്നവരാണ് എല്ലാ വേളകളിലും സത്യവിശ്വാസം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാഥനാണ്. നമ്മുടെ സങ്കടങ്ങളും ആവലാദികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം അവനിൽ ഭരമേൽപ്പിക്കുകയും അവനിൽ നിന്ന് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ തേടുകയും നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സത്യവിശ്വാസികൾക്കുള്ളത്. പ്രാർത്ഥന എന്നത് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ ജീവിത പ്രയാസങ്ങളുടെ ഏറ്റവും ശരിയായ, ഏറ്റവും ഫലപ്രദമായ ഒരു ശമന ഔഷധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മനുഷ്യൻ സ്വാഭാവികമായും അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് മനസ്സിൽ ഭാരമായി കൊണ്ട് നടക്കാതെ സൃഷ്ടാവായ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവനെ കൊണ്ട് പരിഹരിപ്പിക്കുന്ന ഒരു രീതിയാണ് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ദിവസം 5 നേരം നമ്മൾ നടത്തുന്ന നമസ്കാരങ്ങൾക്ക് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം ദുആ, പ്രാർത്ഥന എന്നാണ്. നമ്മുടെ നമസ്കാരങ്ങളെ മലയാളത്തിൽ പ്രാർത്ഥന എന്ന് നമ്മൾ പറയാറുണ്ട്. ആ അർത്ഥത്തിൽ നമസ്കാരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിത പ്രയാസങ്ങളും നമ്മുടെ സങ്കീർണമായ പ്രശ്നങ്ങളുമെല്ലാം പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഇദാ ഹസബഹു അംറുൻ ബാദറ ഇലാ സ്വലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ നമസ്കാരത്തിലേക്ക് ധൃതിയാകുമായിരുന്നു. നമസ്കാരത്തിലൂടെ ആശ്വാസം കണ്ടെത്തിയിരുന്നു.
ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും അല്ലാഹുവിനോട് സഹായം തേടുക എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമസ്കാരം എന്നതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് നമസ്കാരം. അതിലേറ്റവും പ്രധാനമായി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന എന്താണ്? സൂറത്തുൽ ഫാത്തിഹയിലെ പ്രാർത്ഥനയാണ്. അതിലെ ഏറ്റവും വലിയ തേട്ടം എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പടച്ചവനെ, ഞങ്ങളെ നീ നേർമാർഗത്തിൽ നയിക്കണമേ. നീ അനുഗ്രഹിച്ച പ്രവാചകന്മാരുടെ, നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ മാർഗ്ഗേ ഞങ്ങളെ നയിക്കണമേ. നിന്റെ കോപത്തിന് ഇരയായവരുടെയോ അതല്ലെങ്കിൽ നിന്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയ ജൂത നസാറാക്കൾ, അവരുടെ മാർഗം എന്താണെന്ന് ലോകത്ത് സ്പഷ്ടമായി ദൃശ്യമായിരിക്കുന്ന അവസ്ഥയിൽ അത്തരത്തിൽ പടച്ചവന്റെ കോപത്തിനിരയായ, നേർമാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ അത്തരം ആളുകളുടെ വിശ്വാസമോ സംസ്കാരമോ ലൈഫ് സ്റ്റൈലുകളോ ഒന്നും ഞങ്ങൾക്ക് നൽകരുതേ. ഞങ്ങളുടെ പ്രവാചകന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ആ നേരായ വഴി ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് ദിനം 5 നേരം നമസ്കാരത്തിലൂടെ നിർബന്ധമായി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, അതേ നമസ്കാരത്തിൽ നമ്മൾ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. പടച്ചവനെ, എനിക്ക് നീ പുറത്തു തരണം, എന്നോട് കരുണ കാണിക്കണം, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, എനിക്ക് നീ ഉയർച്ച നൽകണം, എനിക്ക് നീ അന്നം നൽകണം, എനിക്ക് വേണ്ടതെല്ലാം നൽകണം, എനിക്ക് നീ സന്മാർഗം നൽകണം, എനിക്ക് നീ സൗഖ്യം നൽകണം, ആരോഗ്യം നൽകണം. ഇതാണ് നമ്മൾ ആ പ്രാർത്ഥനയിലൂടെ പറയുന്നത്. എത്ര പേർ ഇത് മനസ്സറിഞ്ഞ് ചെയ്യുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടതിൽ ഏറ്റവും വലിയ ആവശ്യം സന്മാർഗമാണ്. ഒരു ദിവസം 5 നേരത്തെ ഫർദ് നമസ്കാരത്തിൽ 17 വട്ടം ചോദിക്കുന്നുണ്ടെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ എത്ര വട്ടമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രായം എത്രയായി നമുക്ക്? എത്ര കാലമായി നമസ്കാരം തുടങ്ങിയിട്ട്? ഇത്ര കാലമായി റബ്ബിനോട് സന്മാർഗം ചോദിച്ചിട്ട് ചോദിക്കുന്ന സംഗതി നേടിയെടുക്കാനുള്ള എന്ത് ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്? ആ തേട്ടം തന്നെ നമ്മുടെ മനസ്സറിഞ്ഞുള്ള തേട്ടമായിരുന്നോ എന്ന് ആലോചിച്ചു നോക്കണം. സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഈ തേട്ടം മനസ്സറിഞ്ഞ് നമ്മൾ എത്ര വട്ടം നിർവഹിച്ചിട്ടുണ്ട് എന്നൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. നമ്മൾ അശ്രദ്ധമായി പോകുന്നില്ലേ? അവസാനത്തെ അത്തഹിയ്യാത്തിൽ തശഹുദ് സ്വലാത്തും കഴിഞ്ഞ് ദുആയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ദുആക്ക് പ്രാധാന്യമുണ്ട്, വളരെ പ്രത്യേകമായ സ്ഥാനമുണ്ട്. അവിടെ നമ്മൾ പറയാറുണ്ട്, അല്ലാഹുമ്മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. പടച്ചവനെ, എനിക്ക് നീ പുറത്തു തരണമേ. ഞാൻ മുമ്പ് ചെയ്തതും പിന്നീട് ചെയ്തതും, ഞാൻ രഹസ്യമായി ചെയ്തതും ഞാൻ പരസ്യമായി ചെയ്തു പോയതും, ഞാൻ അമിതമായി ചെയ്തു പോയതും, വമാ അഅലൻതു പരസ്യമായി ചെയ്തു പോയതും, വമാ അസ്റഫ്തു ഞാൻ അമിതമായി ചെയ്തു പോയതും, വമാ അൻത അഅലമു ബിഹി മിന്നി എന്നെക്കാൾ കൂടുതൽ നിനക്കറിയുന്ന ഞാൻ ശ്രദ്ധിക്കാതെ പോയ പാപങ്ങൾ, അതെല്ലാം എനിക്ക് പുറത്തു തരണമേ എന്നുള്ള നമ്മുടെ തേട്ടം. അതിനേക്കാൾ അപ്പുറം പിന്നെയും അത് തുടരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സറിഞ്ഞ് അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾ വെറും വ്യർത്ഥമായി, ആചാരപരമായി, ചടങ്ങായി മാറിപ്പോവുകയല്ലേ സഹോദരങ്ങളെ? ആലോചിച്ച് നോക്കി. നമ്മുടെ ദുആകളൊക്കെ ഇന്ന് എവിടെയാണുള്ളത്? നമസ്കാരത്തിന് ശേഷമുള്ള ദുആയ മാത്രമാണ് ദുആയായി നമ്മൾ കാണുന്നത്. നമസ്കാരത്തിന് ശേഷമുള്ള ദുആ, അല്ലെങ്കിലോ വാട്സപ്പിൽ വരുന്ന ദുആ, സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, ആർക്കെങ്കിലും രോഗമായാൽ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഒരാളൊരു കുറിപ്പെഴുതി ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയോട് കൂടി അല്ലെങ്കിൽ ഫോട്ടോ ഇല്ലാതെ പോസ്റ്റ് ചെയ്യും.
അദ്ദേഹം ഒരു പ്രാർത്ഥനാ വാക്യം അതിലുണ്ടാകും. അദ്ദേഹത്തിന്റെ നിയ്യത്ത് അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. പ്രശസ്തനാവാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടം പിടിക്കാനോ എന്തിനാണെന്ന് അറിയില്ല. എന്തായാലും നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതൊരു ദുആ തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അതിനും നമ്മൾ പറയുന്നു ആമീൻ എന്ന് പറയുന്നതോടെ നമ്മുടെ കാര്യം തീർന്നു. ആമീൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഇട്ടാൽ അതോടെ തീർന്നു. ഇത് മനസ്സിൽ ആര് പറയുന്നു, മനസ്സുകൊണ്ട് ആര് ചെയ്യുന്നു എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ സമൂഹത്തിൽ പേരെടുക്കാനും ഇടം അടയാളപ്പെടുത്താനും അല്ലെങ്കിൽ ഇടപെടാനും ഒക്കെ വേണ്ടിയുള്ള ചില കൈക്കറികൾ മാത്രമായി മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചവനെ അയാൾക്ക് നീ പുറത്തു കൊടുക്കണമേ, സുഖം കൊടുക്കണമേ എന്ന് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് പറയാൻ നമുക്ക് കഴിയാറുണ്ടോ? ഇതെല്ലാം ചടങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരത്തിന് ശേഷമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ എന്താണ്? നമസ്കാരത്തിന് ശേഷം ഇമാം ദുആ ചെയ്യുന്നു, മഅ്മൂമീങ്ങൾ ആമീൻ പറയുന്നു. എന്താണ് ഇമാം ദുആ ചെയ്തത്? എന്തിനാണ് നമ്മൾ ആമീൻ പറഞ്ഞത്? നമുക്ക് എന്താണ് വേണ്ടത്? പടച്ച റബ്ബ് വന്നെങ്ങാനും ഒന്ന് തോളിൽ തട്ടിയിട്ട് ഹലോ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഇപ്പൊ എന്താ ചോദിച്ചത്, എന്തിനാണ് ആമീൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അള്ളാന്റെ റസൂൽ എങ്ങാനും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വന്നൊന്ന് ചോദിച്ചാൽ നമുക്ക് വല്ലതും പറയാനുണ്ടോ? വല്ലതും ചോദിച്ചോ? നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടാണോ ഈ പറയുന്നത്? കയ്യും മുത്തിയിട്ട് എഴുന്നേറ്റ് പോകുന്നത്? സഹോദരന്മാരെ, ഇതെല്ലാം ചടങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഏറ്റവും കൂടുതൽ അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥന ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജൗഫുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള പ്രാർത്ഥനയാണ്. തഹജ്ജുദിന്റെ വേളയിൽ പടച്ചവൻ ഒന്നാം ആകാശത്തേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കാത്തിരിക്കുന്നു, ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ ചോദിച്ചോളൂ എന്ന് പറയുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുബ്റസ്വലാത്തിൽ മക്തൂബ, ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകളാണ്. ഈ ഫർളായ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുന്നതിന്റെ സ്വഭാവം എന്താണ്? അതിന്റെ ശൈലി എന്താണ്? നമ്മൾ ഇപ്പൊ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെതായ ശൈലി കേവലം ചടങ്ങ് മാത്രമാണ്. യഥാർത്ഥത്തിൽ നമസ്കാരത്തിന് ശേഷമുള്ള ദുആ അത് നമുക്ക് സംഘടനാ വിഷയങ്ങളായി മാറിപ്പോയിരിക്കുന്നു. സംഘടനാ വിഷയങ്ങളായി മാറിയിരിക്കുന്നു, തർക്കത്തിലുള്ളത്. അത് വേണോ വേണ്ടേ, ചെയ്താൽ എന്താ കുഴപ്പം, ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷിത്വത്തിനും ഗ്രൂപ്പിസത്തിനും അല്ലെങ്കിൽ അത് തർക്കത്തിനും ഒരാളെ മുബത്തദിആക്കാനും വേറൊരാളെ മുശ്രിക്കാക്കാനും നരകത്തിൽ അയക്കാനുമുള്ള ഒരു പരിപാടിയായി മാറിപ്പോയിരിക്കുന്ന ഗതികെട്ട അവസ്ഥയാണ് നമുക്കുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇമാമിങ്ങൾ, ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹ് അല്ലെങ്കിൽ ഷാഫിഈ മദ്ഹബിന്റെ പ്രമുഖന്മാരായ പണ്ഡിതന്മാർ പ്രമാണബദ്ധമായ ഗ്രന്ഥങ്ങളിൽ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ദുആ ചെയ്തിരുന്നോ ഇല്ലേ, എന്തിനാണ് അത് ചെയ്തിരുന്നത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം പ്രമാണങ്ങൾ വെച്ചിട്ട്. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫ്ഉ സൗതി ബിസ്സിക്രി ഹീന യൻസരിഫു الناس മിനൽ മക്തൂബ അലാ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ആളുകൾ ശബ്ദമുയർത്തിയിട്ട് ദിക്ർ ചൊല്ലുമായിരുന്നു. അങ്ങനെ ചെല്ലുന്ന സമയത്താണ് വഖാല കുന്തു അഅലമു ഇദൻ സറഹു ബിദാലിക ഇദാ സമിഅതുഹു, ആ ഉറക്കെ ദിക്ർ ചൊല്ലുന്ന ശബ്ദം കേൾക്കുമ്പോഴാണ് ഞാൻ ആ നമസ്കാരം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നത് ഹാദൽ ജഹ്റു കാന ലിത്തഅലീം ലാ ലിൽ ഇസ്തിംറാരി അലൈ, ആ ഉറക്കെ ദിക്ർ ദുആകൾ ചെയ്തിരുന്നത് അവിടെ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് സുന്നത്തായ ദുആകളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. സ്ഥിരമായിട്ട് നബി അങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാമിങ്ങൾ, നമ്മുടെ ഇമാമിങ്ങൾ ഷാഫി മദ്ഹബിന്റെ ആധികാരികമായ പണ്ഡിതന്മാർ അവരൊക്കെ തന്നെ വിവരിക്കുന്നുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി തആല മജ്മൂഇൽ പറയുന്നുണ്ട്, അസ്സുന്നത്തു അന്ന കുല്ല വാഹിദിൻ മിനൽ ഇമാമി വൽ മഅ്മൂമീന വൽ മുൻഫരിദ് യസ്കുറുല്ലാഹ തആല വയദഉ ലിനഫ്സിഹി സിർറാൻ. എല്ലാവരും ഇമാമിങ്ങളും മഅ്മൂമീങ്ങളും ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവരും അവർ ദിക്റുകൾ ചൊല്ലണം, വയദഉ ലിനഫ്സിഹി സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം, സിർറൻ രഹസ്യമായി സ്വകാര്യമായി ചെയ്യണം. ഇല്ലാ യകുനൽ ഇമാമു
യുരീദു തഅലീമൽ മഅ്മൂമീന അദ്ദുആ. ഇമാം മഅ്മൂമീങ്ങൾക്ക് ദുആ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചാലല്ലാതെ, അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ഫയജ്ഹറു ഹീനഇദിൻ, അന്നേരം ഇമാം ഉറക്കെ അദ്ദേഹത്തിന് ദുആ ചെയ്യാം. അന്നേരം ഉറക്കെ ദുആ ചെയ്യാം. എന്തിന്? മഅ്മൂമീങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. ചോദ്യങ്ങൾ നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രമല്ല ചോദ്യം ഉണ്ടാവേണ്ടത്, ആഖിറത്തിന്റെ കാര്യങ്ങൾ ചോദിക്കണം. ആഖിറത്തിന്റെ കാര്യങ്ങൾ കൂടി ചോദിക്കണം. മാത്രമല്ല പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ദുആകൾ, സുന്നത്തായ ദുആകൾ, അതവർ പഠിക്കണം, ആളുകൾ പഠിക്കണം. അതിനുവേണ്ടി ഇമാമിങ്ങൾ അതിനെ ഉറക്കെ ഓതിക്കൊടുക്കാം എന്ന് ഇവിടെ ഇമാമിങ്ങൾ പറയുന്നത് കാണാൻ കഴിയും. ഫതഹുൽ മുഈനിൽ കാണാൻ കഴിയും. ഇമാം സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹയുടെ ഉദ്ധരണി കാണാം. വയുസല്ലി ലികുല്ലി മിൻ ഇമാമിൻ വ മഅ്മൂമിൻ വ മുൻഫരിദിൻ ദിക്റുല്ലാഹ് തആല വദ്ദുആ സിർറൻ. ഇമാമിനും മഅ്മൂമിനും ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവരുമെല്ലാം സ്വകാര്യമായിട്ടാണ് അവർ ദുആ ചെയ്യേണ്ടത്. ബഅദൽ ഫറാദി മിനസ് സ്വലാ, നമസ്കാരത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം. വയജൂസുൽ ജഹ്റു അഹ്യാനൻ ലിമസ്ലഹത്തി തഅലീമി ലിൽ ഹാദിരീൻ. അവിടെ സന്നിഹിതരായ ആളുകൾക്ക് ദുആ പഠിപ്പിക്കാൻ വേണ്ടി ഉറക്കെ ഓതുന്നത് അനുവദനീയമാണ്. അദ്ദുആഉ, അതേപോലെ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയുന്നു, അദ്ദുആഉ ബഅദ സ്വലാത്തി സുന്നത്തുൻ, നമസ്കാരത്തിന് ശേഷമുള്ള ദുആ സുന്നത്താണ്. വൽ അഫ്ളലു അയ്യകൂന സിർറൻ, ഏറ്റവും ശ്രേഷ്ഠമായത് അത് സ്വകാര്യമായിട്ട് ചെയ്യലാണ്, രഹസ്യമായിട്ട് ശബ്ദം താഴ്ത്തി ചെയ്യലാണ്. ഇല്ല അയ്യഖ്സുദ തഅലീം, അവിടെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശം ഇല്ല എങ്കിൽ. ഫയജ്ഹറു, അങ്ങനെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവിടെ ഉറക്കെ ഇമാമിന് ചൊല്ലാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഇമാം കല്യൂബിയും അതേപോലെ തന്നെ തുടർന്നുള്ള മറ്റ് ഇമാമിങ്ങളും ഒക്കെ പറയുന്നത് കാണാൻ കഴിയും. എന്നാൽ പുറകില് ഇമാം, നിങ്ങൾ മനസ്സിലാക്കണം, ഷാഫിഈ മദ്ഹബ് അനുസരിച്ച്, നമ്മളൊക്കെ ഷാഫി മദ്ഹബ് കൊണ്ട് നടക്കുന്നവരാണ്. മദ്ഹബ് കൊണ്ട് നടക്കുമ്പോൾ മദ്ഹബിന്റെ അഭിപ്രായം അനുസരിച്ചും വീക്ഷണം അനുസരിച്ചുമാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. നാളെ മുതൽ ഇതെല്ലാം ഒറ്റയടിക്ക് കട്ട് ചെയ്യണമെന്നൊന്നും അല്ല ഈ പറയുന്നതിന്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ ചില തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളുടെ മർമ്മം മനസ്സിലാക്കിയിരിക്കുക. അതൊന്നും വലിയ കാര്യമില്ല തർക്കങ്ങൾക്കൊന്നും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കാരം കഴിഞ്ഞാൽ ഇമാമായാലും മഅ്മൂമായാലും ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനായാലും ആ നമസ്കാരത്തിന് ശേഷമുള്ള ദുആ അസ്മഉ, ഏറ്റവും അല്ലാഹു കേൾക്കുന്ന ദുആയാണ്, വളരെ ശ്രദ്ധേയമായ ദുആയാണ്. പക്ഷെ ആ ദുആ ഇമാമിങ്ങൾ ചെയ്തിരുന്നു എന്നതിന്റെ തെളിവെന്താണ്? മുമ്പ് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ, ദുആ പഠിപ്പിക്കാൻ, അല്ലാഹുവിനോടുള്ള ദുആ പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദിക്റുകൾ ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ ഇതിനുള്ള തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്, ദീനുമായിട്ട് വേണ്ടത്ര ബന്ധമില്ലാത്ത ആളുകൾക്ക് അല്ലാഹുവിനെ ചോദിക്കേണ്ട വിധങ്ങളും സുന്നത്തായ ദുആകളും പഠിപ്പിക്കാൻ വേണ്ടി ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതേപോലുള്ള ദുആകൾ സുന്നത്താണ് എന്ന് പറഞ്ഞിരുന്നു, തഅലീം പഠിപ്പിക്കുന്നതിന് വേണ്ടി. അങ്ങനെ പഠിപ്പിക്കുമ്പോഴും പഠിപ്പിക്കുക എന്ന ആവശ്യത്തിൽ കവിഞ്ഞ് അതിന് പ്രാധാന്യം കാണുന്നത് ഫർളാണ്, നിർബന്ധമാണ്, പ്രത്യേകമായ സുന്നത്താണ് എന്ന് കാണൽ തെറ്റാണ്. മറിച്ചത് ജായിസാണ്, അങ്ങനെ ആവാം. എന്നാൽ വേറൊരു കാര്യം കൂടിയുണ്ട്. വയുസന്നു ലിൽ ഇമാമി അൻ യദ്ഉ ജഹറൻ, ഫതഹുൽ മുഈനിൽ കാണാൻ കഴിയും. ഇമാമിന് സുന്നത്താണ് അൻ യദ്ഉ ജഹറൻ ബഅദ സലാം, സലാമിന് ശേഷം ഉറക്കെ ദുആ ചെയ്യൽ സുന്നത്താണ്. ഇൻ അമീന തശ്വീഷൻ, അവിടെ ഇമാം നിർഭയനാണെങ്കിൽ, അല തശ്വീഷൻ, ഇൻ അമീന തശ്വീഷൻ, അവിടെ വസ്വാസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ, ആർക്ക്? അല മുസല്ലിൻ, പുറകിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നയാള് ഇമാമു ഉറക്കെ ദുആ ചെയ്യുമ്പോൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നു, അവൻ ഫാത്തിഹയിൽ ശ്രദ്ധിച്ചോതുന്നു, സൂറത്ത് ഓതുന്നു, നമസ്കരിക്കുന്നു, അതിന്റെ സിക്റുകൾ, തസ്ബീഹുകൾ, അതേപോലെ ദുആകള്, ഖിറാഅത്ത്, ഇതൊന്നും തന്നെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നില്ല.
വീണ്ടും അയാളുടെ ശ്രദ്ധ തെറ്റുന്നു, അയാൾ വീണ്ടും എടുത്തോതുകയാണ്. ഈ അവസ്ഥയിൽ ഒരാൾ നിന്നിട്ട് നമസ്കരിക്കുന്നു. മസ്ബൂക്കായിരിക്കാം, ഫർളായ നിസ്കാരമായിരിക്കാം, അല്ലെങ്കിൽ സുന്നത്തായ നമസ്കാരമായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ ജമ്മോ കസ്റോ ആയി നമസ്കരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ കിടന്നുറങ്ങുകയാണ് പുറം പള്ളിയിൽ, അല്ലെങ്കിൽ മാറി കിടന്നുറങ്ങുകയാണ്. അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഈ ഇമാമിന്റെ ഉറക്കെയുള്ള ദുആ. അല്ലെങ്കിൽ ഒരാൾ എന്നിട്ട് ഖുർആൻ ഓതുകയാണ്, അയാൾ ഓതിക്കൊണ്ടിരിക്കുന്നതിൽ ശ്രദ്ധ കിട്ടുന്നില്ല. ഇമാമ് ഇമ്പത്തോടു കൂടി വമ്പിച്ച ദുആയാണ്, അദ്ദേഹം കാണാതെ പഠിച്ചത് മുഴുവൻ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, ഒരാൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, വേറൊരാൾക്ക് നമസ്കരിക്കാൻ പറ്റുന്നില്ല. മുദാക്കിരിൻ അല്ലെങ്കിൽ ഒരാൾ ദിക്ർ ചെയ്യുന്നു, അല്ലെങ്കിൽ പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കും, മുദാക്കറ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പഠനം നടത്തുകയാണ്, ഖുർആൻ അല്ലെങ്കിൽ ദീന് പഠിക്കുകയാണ്. അപ്പോഴാണ് ഇവിടുത്തെ വമ്പിച്ച ദുആ. അങ്ങനെ വന്നാൽ അത് തെറ്റാണ്, അത് സുന്നത്തല്ല, അത് ജായിസ് അല്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. കറാഹത്താണ്. വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞത് കാണാം ഹറാം വരെയാണ് എന്ന്. അപ്പൊ ഇവിടെ ഇമാമ് ജായിസായ ഒരു കാര്യം ചെയ്യുമ്പോ പുറകെ നിന്ന് ഫർളായ നിലയിൽ മസ്ബൂക്കായ ആള് അല്ലെങ്കിൽ മുൻഫരിദായി ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നയാള് ഫർദ് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇമാം ഇവിടെ നിന്നും ഉറക്കെ ദുആ ചെയ്യുമ്പോ അയാളുടെ നമസ്കാരം തെറ്റിപ്പോകുമെങ്കിൽ അത് ഹറാമാണ് എന്നുവരെ ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇതിലൊന്നും തർക്കമില്ല. നമ്മുടെ കേരളത്തിലെ എല്ലാ പണ്ഡിത സംഘടനകളും പണ്ഡിതന്മാരും ഓരോരോ സന്ദർഭങ്ങളിൽ ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കണമെന്നേ ഉള്ളൂ. ഇതൊക്കെ തർക്കത്തിന് കൊണ്ട് നടക്കുക കുറെ ആളുകൾ. ഇപ്പൊ ചിലപ്പോ ആളുകൾ പറയും, അദ്ദേഹം ഇവിടെ പറഞ്ഞു ദുആ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് അദ്ദേഹം ഏത് ഗ്രൂപ്പിന്റെ ആളായിരിക്കും? കണ്ടിട്ട് മൂപ്പര് തലയിലൊന്നും കെട്ടിയിട്ടില്ല, തലയിൽ കെട്ടിയെങ്കിൽ നോക്കായിരുന്നു, വാലിട്ടിട്ടുണ്ടോ ഇല്ല എന്ന് നോക്കാമായിരുന്നു. വാലിട്ടിട്ടില്ലെങ്കിൽ തന്നെ ആ കെട്ട് ഏത് മോഡൽ കെട്ടാണ് എന്ന് നോക്കാമായിരുന്നു. അപ്പൊ അത് മറ്റേ ആളായിരിക്കും. ജുമാ കഴിഞ്ഞിട്ട് ചില ആളുകൾ ഷൊർണൂർ ജമാഅത്തിനെ മഹലിനെ പരിചയമില്ലാത്ത ചില സഹോദരന്മാർ പാവപ്പെട്ടവരൊക്കെ ചോദിക്കും, ഇത് ഏത് മഹല്ല, ഇത് ആരുടെ പള്ളിയാണ്? അപ്പൊ നമ്മളെ സഹോദരന്മാർ, ഇവിടെ അറിയുന്ന സഹോദരന്മാർ, ഇത് അള്ളാഹുടെ പള്ളിയാണ്, ഇതാർക്കുള്ള മുസ്ലിങ്ങൾക്കുള്ള പള്ളിയാ. അങ്ങനെ ഒരു പള്ളി ഉണ്ടോ? അതെ, മുസ്ലിങ്ങൾക്കുള്ള പള്ളിയാണ്. ഇതെല്ലാവർക്കും സമ്മാക്കും ഒരു മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്നാണ് പേര് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെന്ന് പറയണം? നമ്മളെ മുസ്ലിമീങ്ങൾ എന്ന് പറയണം. സുന്നി, മുജാഹിദ്, സലഫി. ഞാൻ ഭയങ്കര സലഫിയാണ്, ഞാൻ ഭയങ്കര മുജാഹിദാണ്. ഞാൻ ആരാണ്? ഞാൻ വലിയ സുന്നിയാ. നീ എവിടെ നിന്നാ സഹോദര? ഇതൊക്കെ വന്നത് എപ്പോഴാ? നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർ അടുത്ത കാലത്ത് ഇതൊക്കെ അത് നല്ല ഉദ്ദേശത്തിലൊക്കെ ദീനിയായിട്ട് കൊണ്ടുവന്നതായിരിക്കും. പക്ഷെ പിന്നീട് ഇതൊക്കെ കക്ഷിത്വത്തിന്റെ അടിപിടിയുടെ ഏതെങ്കിലും ഒരു സുന്നത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കും പോയത്. പക്ഷെ ഹറാമുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പള്ളി പിടിച്ചെടുക്കൽ എന്തിന്റെ പേരില്ല? ദുആ, കൂട്ട ദുആ ശരിയോ തെറ്റോ? അതല്ലെങ്കിൽ പിന്നെ ഖബർ സിയാറത്ത് ശരിയോ തെറ്റോ? ഇതൊക്കെ എന്താ? സ്ഥാപിച്ചെടുത്താൽ സുന്നത്തോ ജായിസോ ഒക്കെ ആയ കാര്യം. നടത്തുന്നതോ ചീത്തവിളി ഹറാമും. പള്ളി പിടിച്ചെടുക്കൽ ഹറാമും. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവനെ അടുത്ത പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിച്ച്, നേരത്തെ സുബഹി നിസ്കരിച്ചിട്ട് താമസിച്ച് നിസ്കരിക്കുന്നവനെ പുറകിൽ നിന്ന് അടിക്കാൻ വേണ്ടി പെട്ടെന്ന് നിസ്കരിച്ചിട്ട് തീർത്തിട്ട് വരിക, മിമ്പറിൽ കയറിയെന്ന് വലിച്ച് താഴെ ഇടുക. ഇതൊക്കെ എന്താ? ഹറാം. സിബാബുൽ മുസ്ലിം ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. മുസ്ലിമിനെ തെറി പറയൽ പാപമാണ്, അവനെ പിന്നെ അവനുമായിട്ട് യുദ്ധം ചെയ്യൽ, കൊല്ലാൻ പോവല് ഹറാമാണ്, കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കെന്ത് വേണം? പക്വത എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. നമുക്കൊരു എന്താണ് പറയാ, പിന്നെ ഒരു ബുദ്ധിപരമായ സത്യസന്ധത വേണം. ബുദ്ധിപരമായ ഒരു സത്യസന്ധതയും ഒരു പക്വതയും നമുക്ക് വേണം. ഇസ്ലാമിലും അത് വേണം. വീട്ടിൽ മാത്രം പോരാ, ഇസ്ലാമിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്തും അത് വേണം. അപ്പൊ ആ സഹോദരൻ ദുആ ചെയ്യുന്നു, അത് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും സുന്നത്തായ ദുആ ഒരു ഇമാമ് ചെയ്തു കൊടുക്കുന്നു, ശരിയാണ്. ഉസ്താദ് ഇന്ന് ദുആ ചെയ്യുന്നു. നിസ്കാരത്തിന് ശേഷമുള്ള ദുആ എന്താണ് ചെയ്തത്? അല്ലാഹുമ്മ ഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നിക വഹുസ്നി ഇബാദതിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാരത്തിന് ശേഷം ചൊല്ലൽ സുന്നത്താണ്. ഒരാൾക്ക് അറിയില്ല, ആകെ അവൻ പഠിച്ചിട്ടുണ്ടാവുക ഈ ഇമാമിന്റെ ദുആ കേട്ടിട്ടായിരിക്കും. അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവന് ആവേശം ഉണ്ടാവും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിസ്കാരത്തിന് ശേഷം എല്ലാം പറഞ്ഞ ദുആ ഉണ്ട്. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം തുടങ്ങിയിട്ടുള്ള ദുആ. ഇത് സുന്നത്തായ ദുആയാണ്. ഇമാം ഉറക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇമാമിൽ നിന്നാണ് ഇദ്ദേഹം ഇത് പഠിക്കുന്നത്. എന്താ? പഠിച്ചൂടെ?
ഇനി ഇമാമിന് തോന്നരുത് ഇത് എന്നും ഇങ്ങനെ തുടരണം, ഇത് ഫർളാണെന്നോ അല്ലെങ്കിൽ പ്രത്യേകമായ സുന്നത്താണെന്നോ ഇമാമിനും തോന്നരുത്, ആമീൻ പറയാതിരിക്കുന്ന ആളുകൾക്ക് തോന്നണ്ട. ഇത് ജായിസായ കാര്യം, പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. ഇമാമ് പറയുന്നു അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആയാണ്. ഇത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ് നിസ്കാരത്തിന് ശേഷം. ഇരുന്നിട്ട് കേട്ടോളൂ, ദുആ ചെയ്തോളൂ. എന്താ പ്രശ്നം? എന്തിനാ അടിവെക്കാൻ പോകുന്നു? അപ്പോ ഇവിടെ നിയ്യത്തിനാണ് പ്രശ്നം. ഇമാമിന് തോന്നണ്ട ഇത് സുന്നത്താണ്, ഇങ്ങനെ ഉറക്കെ ദുആ ചെയ്യൽ സുന്നത്താണ്, അതല്ലെങ്കിൽ ഇത് ഫർളാണ്. മഅ്മൂമിങ്ങൾക്ക് തോന്നണ്ട ഞങ്ങൾ ഇമാം അത് ചെയ്യുന്നു അതുകൊണ്ട് വലിയ ഫർളാണ്. ചില ആളുകളുണ്ട് നിസ്കാരം സുബഹി ഇശ ഉൾപ്പെടെയുള്ള നമസ്കാരങ്ങൾ വലിയ കുഞ്ഞു സൂറത്തുകൾ ഓതും. ഖുൽ ഹുവല്ലാഹു അല്ലെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അതല്ലെങ്കിൽ സബ്ബിഹിസ്മയുടെ താഴെയുള്ള ഏതെങ്കിലും കൊച്ചു കൊച്ചു സൂറത്തുകളൊക്കെ ഓതും. സുബഹിക്കൊക്കെ പോയിരുന്നാൽ പോലും ഒരു 5 മിനിറ്റ് പോലും കാണൂല നിസ്കാരം. അദ്ദേഹത്തിന്റെ ദുആ എത്ര ഉണ്ടാവും? വമ്പിച്ച നീളമുള്ളതായിരിക്കും. അതാണെങ്കിലോ ബാക്കിൽ വന്നിട്ട് മസ്ബൂക്കായി നിസ്കരിക്കുന്ന ആളുകളുടെ നിസ്കാരം കൂടെ ബാത്തിലാക്കുന്ന ദുആ, മൈക്ക് എടുത്തു വെച്ചിട്ട് വമ്പിച്ച ദുആ. അത് മുഴുവൻ നമ്മുടെ ഉസ്താദന്മാരൊക്കെ, എല്ലാ സംഘടനയുടെ ഉസ്താദന്മാരൊക്കെ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരായി തീരണം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത് ഇതാണ്. അപ്പൊ ഇമാമ് ദുആ ചെയ്യുമ്പോ പുറകിൽ മഅ്മൂമീങ്ങൾ ഉണ്ടെങ്കിൽ, മസ്ബൂക്കായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുൻഫരിദായി ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഉറക്കെ ദുആ ചെയ്താൽ തശ്വീഷ് ഉണ്ടാകും, അവന് വസ്വാസ് ഉണ്ടാകും, ആശയക്കുഴപ്പമുണ്ടാകും, ശ്രദ്ധ തെറ്റിപ്പോകുമെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. കറാഹത്താണ്, ഹറാമ് വരെയാണ്. അപ്പൊ ഇമാമ് ചെയ്യുന്ന ദുആ ഹറാമായ ഒരു ദുആ ആവശ്യമുണ്ടോ? വേണ്ട. അപ്പൊ എന്ത് ചെയ്യണം? ശബ്ദം കുറയ്ക്കണം, നീളം കുറയ്ക്കണം. വലാ യജൂസു ബിദ്ദുആ ഇദാ കാന ഖൽഫഹു മസ്ബൂഖുൻ. അയാൾക്ക് ദുആ അനുവദനീയമല്ല, അയാളുടെ പിന്നിൽ മസ്ബൂഖ് ഉണ്ടെങ്കിൽ യുഷഫിഷു ബിഹി, അതുകൊണ്ട് അയാൾക്ക് ആശയക്കുഴപ്പമുണ്ടാകും, ശ്രദ്ധ തെറ്റിപ്പോകും. ഇല്ലാ യകുന ലി ഖസ്ദി തഅലീം, അവിടെ തഅലീം പഠിപ്പിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ആവാം. ഫലഹു ദാലിക്, അത് അവൻ അനുവദനീയമാണ്. ലാകിൻ ലാ യുത്തീൽ, പക്ഷെ അവൻ ദീർഘിപ്പിക്കരുത്. ഇമാമിങ്ങൾ പോലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നീളം കുറച്ച്, ശബ്ദം കുറച്ച് അത് ചെയ്യണം. മസ്ബൂഖീങ്ങൾ ഉണ്ട് എന്ന് കണ്ടാൽ അവിടെ നിന്ന് ദുആ ചെയ്യാതിരിക്കലാണ് ഒരു ഇമാമ് ചെയ്യേണ്ടത്. കുറെ ആളുകൾ സംഘമായി വന്ന് മസ്ബൂക്കായി നിന്ന് നമസ്കരിക്കുന്നു. അന്ന് ഇമാമ് ദുആ ചെയ്യാതെ എഴുതിക്കുക, എന്താ കുഴപ്പം? അവിടെ ഇത്രയും ആളുകളുടെ നിസ്കാരം ബാത്തിലാവൂലേ? അപ്പൊ അതാണ് അതിൻ്റെതായ മര്യാദ എന്ന് പറയുന്നത്. ഇതെല്ലാം ഷാഫി മദ്ഹബിന്റെ അഭിപ്രായങ്ങളായി സമുന്നതരായ പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ആധികാരികമായി രേഖപ്പെടുത്തിയതും ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പൊതുവെ ഷൊർണൂർ മുസ്ലിം ജമാഅത്തിൽ മഹല്ലില് നമ്മൾ ആരും തർക്ക വിഷയങ്ങൾ പറയാറില്ലല്ലോ. പക്ഷെ ഇത് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായ കാര്യമാണ്. പക്ഷെ അത് നമ്മൾ ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ പിന്നിൽ നിൽക്കുന്നില്ല എന്നിടത്താണ് നമ്മൾ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാനുണ്ടായ കാരണം. അതുകൊണ്ട് എന്റെ വിഷയം അതല്ല, അതിലപ്പുറം നമ്മുടെ തേട്ടങ്ങളും ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളും ബാക്കിയായി നമ്മൾ കൊണ്ടു നടക്കുന്നു, ഭാരം ചുമക്കുന്നവരായിരിക്കുന്നു. പക്ഷേ ആ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ നമുക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്ന മാർഗങ്ങൾ നമ്മൾ കാണുന്നില്ല. ഒന്ന് നമസ്കാരത്തിലൂടെ ചെയ്യണം. നമസ്കാരാനന്തരം രാത്രിയിലും അതേപോലെ നമസ്കാരാനന്തരമുള്ള ദുആകളും നമ്മൾ സ്വകാര്യമായി ചെയ്യണം. ഇമാമ് ദുആ ചെയ്ത് തീർത്തു, അവിടെ ഇരുന്നിട്ട് നമുക്ക് ദുആ ചെയ്യാമല്ലോ. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? നമ്മുടെ സങ്കടങ്ങൾ ബാക്കിയല്ലേ, എന്തുകൊണ്ട് 2 വാക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് പറയാൻ ഉപയോഗിക്കുന്നില്ല? നമ്മളത് ഉപയോഗിക്കണം. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമസ്കാരത്തിലെ ദുആകൾ ശ്രദ്ധയോടെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ദുആയാണ്. ഓരോ കാര്യങ്ങൾ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു തേട്ടമുണ്ട്. റബ്ബേ, നിനക്ക് വേണ്ടിയാണിത്, നീ ശരിയാക്കി തരണം, എന്റെ കാര്യങ്ങൾ നീ നടത്തണം എന്നതാണ് അതിന്റെ തേട്ടം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് ഉദ്ദേശശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്.
കുല്ലു അംറിൻ ദീ ബാലിൻ ലം യുബ്ദ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ അത് അശുഭകരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ വലിയ നന്മയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് നല്ല കാര്യവും ബിസ്മിയോട് ചേർത്ത് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? അതിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അതൊരു ദുആയാണ്. പടച്ചോനെ നീ ശരിയാക്കി തരണേ എന്നുള്ള ഒരു തേട്ടമാണ്, ഒരു ഉൾവിളിയാണ് അതിന്റെ പിന്നിലുള്ളത്. ഈ ഉൾവിളി നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. ഈ കൈ ഉയർത്തി നമ്മൾ പഠിച്ചിട്ടുള്ള ഈ അച്ചടിച്ച വാക്കുകളിൽ പറയുന്നതിൽ മാത്രമല്ല ദുആ, അതിലുപരി നമ്മുടെ മനസ്സിന്റെ ഒരു തേട്ടമാണ്. അത് മൗന പ്രാർത്ഥനകളിലൂടെയും വരും, വെറുതെ ഇരിക്കുമ്പോഴും വരും. വെറുതെ ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണിനെ നരകം സ്പർശിക്കൂല, അവർക്ക് അർശിന്റെ തണൽ കിട്ടുമെന്നൊക്കെ പരിശുദ്ധമായ ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ദുആകൾ എപ്പോഴും അത് നമ്മൾ പറയേണ്ടത് മുഴുവൻ അള്ളാഹുവിനോട് പറയാൻ, ജീവിതത്തിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സന്ദർഭങ്ങൾ ദുആയ്ക്കുണ്ട്. ഒന്ന് സുജൂദില്, മറ്റൊന്ന് അത്തഹിയ്യാത്തിന് സ്വലാത്തിന് ശേഷമുള്ള ദുആയുടെ സന്ദർഭം. ഇവിടെയൊക്കെ നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് മനസ്സിന് മൗന പ്രാർത്ഥനകളായിട്ടെങ്കിലും നമുക്ക് പറയാൻ കഴിയണം. അപ്പൊ നമ്മുടെ ഭാരങ്ങൾ ഇറങ്ങും. സുജൂദ്, നീണ്ട സുജൂദുകൾ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ സങ്കടങ്ങൾ മാറിക്കിട്ടും. മറ്റൊരു കാര്യം പ്രധാനമായി ഉണർത്താനുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. അന്ന കുല്ല വാഹിദിൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനിസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ആരെങ്കിലും മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ കതബല്ലാഹു ലഹു ബികുല്ലി മുഅ്മിനീന ബികുല്ലി മുഅ്മിനീന വ മുഅ്മിനത്തിൻ ഹസനത്തുൻ, ഓരോ മുഅ്മിനിനു വേണ്ടിയും ദുആ ചെയ്താൽ അല്ലാഹു തആല ഓരോ നന്മ നമുക്ക് വേണ്ടി എഴുതുന്നതാണ്. അതുകൊണ്ട് ഇമാമിങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോഴത്തേക്ക് മിമ്പറിൽ നിന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ദുആ ചെയ്യും. എല്ലാവർക്കും പുറത്തു കൊടുക്കണം. ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു അതിലൂടെ ഓരോ മുഅ്മിനിനും തുല്യമായ നിലയിൽ ആ മുഅ്മിനിന് കണക്കാക്കിയിട്ട് അല്ലാഹു ഓരോ നന്മ എഴുതുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി, ഒരു മുസ്ലിം തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്നു, ബിളഹിരിൽ ഗൈബി, അയാളുടെ അസാന്നിധ്യത്തിൽ അയാളില്ല, ഇല്ലാ ഖാലൽ മലക്കു വലക ബിമിസ്ൽ, അപ്പോൾ അവിടെ നിന്നൊരു മലക്ക് പറയും, നിനക്കും അല്ലാഹു ഇതുപോലെ തരട്ടെ എന്ന് പറയും. നമ്മൾ നമ്മുടെ കണ്ണിൽ കണ്ട നമ്മുടെ കുടുംബത്തിലെ, നാട്ടിലെ, അയൽപക്കത്തെ, സമൂഹത്തിലെ, പരിചയ വൃത്തത്തിലെ, സുഹൃത്ത് വലയത്തിലെ ഏതോ ചില ആളുകൾ പട്ടിണി കിടക്കുന്നവർ, അല്ലെങ്കിൽ രോഗം കൊണ്ട് വലയുന്നവൻ, കടം കൊണ്ട് വലയുന്നവൻ, രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നവൻ, നമ്മുടെ ഫലസ്തീനിലെ ഒസയിലെ പട്ടിണി പാവങ്ങളായ സഹോദരങ്ങൾ, ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ എക്സ്റേ ഷീറ്റിലല്ലാതെ ഇത്രയും കടുപ്പപ്പെട്ട ഒരു ചിത്രം നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ സഹോദരങ്ങൾ അവിടെ കൊച്ചുകുട്ടികളും പ്രായം ചെന്നവരുമടക്കം ആണും പെണ്ണുമടക്കം പട്ടിണി കിടന്ന് നരകിച്ച് എല്ലും തോലുമായി മാറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരങ്ങൾക്ക് അവരെയൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ കല്യാണ മാമാങ്കങ്ങൾ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്. തിമർത്താട്ടങ്ങളാണ്, ഡാൻസും കൂത്തുമായിട്ട് ആഹാരങ്ങൾ ഇഷ്ടം പോലെ പാചകം ചെയ്തിട്ട് വേസ്റ്റ് ആക്കിക്കൊണ്ട് തട്ടി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നായ്ക്കൾ വന്ന് കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ അല്ലാഹുവിനെ ഓർക്കണം. ആ സഹോദരങ്ങൾ അവിടെ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ അവിടെ മിസ്ർ, ഈജിപ്തിൽ നിന്നും മറ്റ് പല സ്ഥലത്ത് നിന്ന് സഹോദരന്മാർ വെപ്രാളപ്പെട്ടിട്ട് ഞങ്ങൾക്ക് അവിടെ എന്തെത്തിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടും ബോട്ടിലിൽ ആഹാരം നിറച്ചിട്ടും ഒക്കെ പ്രതീകാത്മകമായി കടലിലേക്ക് ഒഴുക്കുകയാണ്. ചരിത്രത്തിലൊക്കെ കണ്ടതുപോലെ, റബ്ബേ നീ അവിടെ എത്തിക്ക്, ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന്. നമുക്ക് കടലിലേക്ക് നമുക്ക് ഭക്ഷ്യോപദാർത്ഥങ്ങൾ ഒഴുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ നമുക്ക് അവർക്ക് വേണ്ടി ചൊരിക്കാൻ കഴിയും. അവർക്ക് അന്നമായി, വസ്ത്രമായി, വെള്ളമായി, മരുന്നായി, ആയുധമായി, അവരുടെ വിജയമായി, ശത്രുക്കളുടെ നാശമായി പെയ്തിറങ്ങുന്ന നിലയിൽ പ്രാർത്ഥനകളെ നമുക്ക് ഇവിടെ നിന്നിട്ട് അവിടേക്ക് നമുക്ക് എഴുതി വിടാൻ കഴിയും. നമ്മുടെ കയ്യിൽ മിസൈലുകൾ ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ആയുധമായി മാറും. സിലാഹുൽ മുഅ്മിൻ, ദുആ എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ ആയുധമാണ്.
ആ അർത്ഥത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തടവറകളിൽ കിടക്കുന്ന, അന്യായമായി തടങ്കലിൽ കിടക്കുന്ന ആയിരക്കണക്കിന് സഹോദരന്മാർ, ചെയ്ത തെറ്റെന്തെന്ന് പോലും അറിയാത്തവർ, അവർക്കും വീടും കുടുംബവും ഉണ്ട്. അവർ ദീനിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി എപ്പോഴോ ശബ്ദിച്ചതിന്റെ പേരിൽ അന്യായമായി കള്ളക്കേസുകൾ ഉണ്ടാക്കി ജയിലിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, കള്ളക്കേസുകൾ ഉണ്ടാക്കി അവരെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുമ്പോൾ അവരും അവിടെ സങ്കടപ്പെട്ട് റബ്ബുമായിട്ട് മാത്രം മുലാഖാത്ത് നടത്തി, മുറാഖബ നടത്തി, റബ്ബിന്റെ സ്വന്തം ഔലിയാക്കന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവര് ഖുർആൻ കാണാതെ പഠിക്കുകയും തഹജ്ജുദുകളിലും നീണ്ട സുജൂദുകളിലും ഇബാദത്തുകളിലും മാത്രമായി കഴിയുകയും അവിടെ നിന്നിട്ട് ദീന് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആയിരക്കണക്കിന് സഹോദരന്മാർ, നമ്മുടെ കനത്ത നിശബ്ദത ഒരു പ്രാർത്ഥന കൊണ്ട് പോലും പിന്തുണയ്ക്കാത്ത, ഒരിറ്റ് കണ്ണീരവർക്ക് വേണ്ടി വീഴാത്ത നമ്മുടെ പാറക്കല്ലിന്റെ മനസ്സുകളെ നമ്മൾ മാറ്റണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങ് ഫലസ്തീനിലെ അവസ്ഥയ്ക്ക് വേണ്ടി, തടങ്കലുകളിൽ കിടക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി, എവിടെയോ രോഗം കൊണ്ട് പിടയ്ക്കുന്ന, വേദന കൊണ്ട് പുളയുന്ന സഹോദരന്മാർക്ക് വേണ്ടി, പട്ടിണി കിടന്ന് നരകിക്കുന്നവർ, കടം കൊണ്ട് വലയുന്നവർ, ആത്മഹത്യയെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർ, സങ്കടം സഹിക്കാനാവാത്തവർ, അവരുടെ വേദനകളെ ഒപ്പിയെടുത്തിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മലക്ക് അവിടെ നിന്നിട്ട് പറയും, മലക്ക ബിമിസിൽ, നിനക്കും അല്ലാഹു അതുപോലെ തരട്ടെ എന്ന്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ കാര്യങ്ങൾ ഞാൻ ആർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു അല്ലാഹ് അതൊക്കെ സ്വീകരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഞാനാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്തതെന്ന് അവർ പോലും അറിയാറില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന നടത്താമല്ലോ. അവരറിയുന്നില്ല നമ്മൾ അവർക്ക് വേണ്ടി ഒരു ദുആ, എന്തൊരു വലിയ സമ്മാനമാണ്. നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്നു, സന്ദർശ വേളയിൽ കൊടുക്കുന്ന ഗിഫ്റ്റിനേക്കാൾ വലുതാണ്. അവർ പോലും അറിയാതെ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, ആ ഒരു സംസ്കാരം, ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസ് പോകുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ദുആ ആയിക്കൂടെ, അയാളെ രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന്. ആരും അറിയാത്ത നിലയിൽ വേദനിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി റബ്ബിനോട് പ്രാർത്ഥനകൾ അയക്കാൻ നമുക്ക് കഴിയണം. അബൂദർദാ റളിയല്ലാഹു അൻഹു പ്രത്യേക ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് രാത്രികാലങ്ങളിൽ ദുആ ചെയ്യാൻ വേണ്ടി ആ പേരുകൾ നോക്കിയിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. ഇതേപോലെ നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ നേടാനുള്ള ഒരു വഴി കൂടിയാണത്. അതൊരു സൂത്രപ്പണിയായിട്ട് കാണാതെ നമ്മുടെ ആത്മാർത്ഥമായ ഒരു സ്വഭാവമായി കണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മൾ എത്രത്തോളം അത് ചെയ്യുന്നുണ്ട് എന്നൊരു സ്വയം ആത്മപരിശോധന നമ്മൾ നടത്തണം. ആർക്കൊക്കെ വേണ്ടിയാണ് ചെയ്യുന്നത്, എന്റെ കാര്യം പോലും പറയുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നീട് മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലാഹു നമ്മെ എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ സങ്കടങ്ങളും ആവലാദികളും പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉറ്റവരുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, ഉസ്താദുമാർ, എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സദുദ്ദേശങ്ങളും സഫലമാക്കി തരുമാറാകട്ടെ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.